നമസ്കാരം. പ്രമേഹ രോഗികൾക്ക് കൂടുതൽ പേർക്കും ഉള്ള ഒരു സംശയമാണ് ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കാവോ ഇല്ലയോ എന്നുള്ളത്. രോഗം വരുമോ എന്ന് ഭയന്ന് ഇഷ്ടഭക്ഷണം മനസ്സില്ലാ മനസ്സോടെ ഒഴിവാക്കുന്നവർ ഏറെയാണ്. ഒരു ജ്യൂസ് കുടിക്കണം എന്നുണ്ടാവും, എന്നാൽ മധുരമല്ലേ എന്നുള്ള പേടി. എന്നാൽ ഇനി ധൈര്യമായിട്ട് ജ്യൂസ് കുടിക്കാം. ജ്യൂസ് എന്നാൽ പാക്കറ്റിലും കടയിലും ഒന്നും കിട്ടുന്നതല്ല, ഫ്രഷ് ഫ്രൂട്ട്സ് പിഴിഞ്ഞെടുത്ത ജ്യൂസ്. അതിൽ 100% പഴങ്ങളുടെ ചാറ് മാത്രമേ കാണാവൂ എന്നുണ്ട്. ഈ ജ്യൂസ് കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വലിയ രീതിയിൽ കൂട്ടില്ല എന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ശരീരത്തിന് വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ആകാത്ത അവസ്ഥയാണിത്. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക എന്നതാണ് രോഗം തടയാനും നിയന്ത്രിക്കാനുമുള്ള മാർഗം. ശരിയായ ഭക്ഷണം, പതിവായ വ്യായാമം, ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക എന്നതും പ്രധാനമാണ്. പ്രമേഹമുള്ളവർ അനുയോജ്യമായ ഫ്രൂട്ട് ജ്യൂസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. പ്രമേഹമുണ്ടെങ്കിൽ പഴങ്ങൾ കഴിക്കാൻ കഴിയില്ല എന്നൊരു മിഥ്യാധാരണ ഒരുപാട് പേരിലുണ്ട്. എന്നാൽ അങ്ങനെയല്ല. പഴങ്ങളിൽ നാച്ചുറൽ ഷുഗേഴ്സ് അടങ്ങിയിട്ടുണ്ടെങ്കിലും അവയിലുള്ള അവശ്യ വൈറ്റമിനുകളും ധാതുക്കളും നാരുകളും പൊതുവെയുള്ള ആരോഗ്യത്തിന് നല്ലതാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് കഴിക്കാവുന്ന കുറച്ച് ജ്യൂസുകൾ പരിചയപ്പെടാം. ഒന്നാമതായിട്ട് പാവയ്ക്ക അല്ലെ കൈപ്പയ്ക്ക ജ്യൂസാണ്. ഇത് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതിൻ്റെ നീര് മാത്രമായോ അല്ലെങ്കിൽ കുറച്ച് വെള്ളരിക്കയോ നാരങ്ങ നീരോ ഒക്കെ ചേർത്ത് കഴിക്കാം. ഇതിൽ അയൺ, പൊട്ടാസ്യം, സിങ്ക്, ഫോളേറ്റ്, വൈറ്റമിൻസ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ് അങ്ങനെ ഒരുപാട് ധാതുക്കളും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് നെല്ലിക്ക ജ്യൂസാണ്. ഇതിൽ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും നാരുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് ചീര ജ്യൂസാണ്. ഇതിൽ കാർബോഹൈഡ്രേറ്റ് കുറവായതിനാൽ അവശ്യ പോഷണങ്ങൾ കൂടുതലും ആയതിനാൽ ഡയബറ്റീസ് പേഷ്യൻസിന് ഏറ്റവും മികച്ച ഒരു ചോയ്സാണ്. അടുത്തതായിട്ട് മാതളമാണ്. ഇതിൽ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻസ്, നാരുകൾ, ഫോളേറ്റ്, പൊട്ടാസ്യം, അയൺ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതായത് മറ്റു ഭക്ഷണപാനീയങ്ങളെ അപേക്ഷിച്ച് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതിവേഗം വർദ്ധിപ്പിക്കില്ല. പ്രമേഹമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് മാതളം. ഇനി അടുത്തതായിട്ട് ക്യാരറ്റ് ജ്യൂസാണ്. ക്യാരറ്റിൽ അല്പം മധുരമൊക്കെ തോന്നുമെങ്കിലും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. ഇതിൽ ധാരാളം നാരുകൾ, ധാതുക്കൾ, വൈറ്റമിൻസ്, കരോട്ടിനോയിഡുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അടുത്തതായി തക്കാളി ജ്യൂസാണ്. പ്രമേഹമുള്ളവർക്ക് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് അവരുടെ ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും ദോഷം ചെയ്യും. പഞ്ചസാര ചേർക്കാതെ ഒരു ഗ്ലാസ് തക്കാളി ജ്യൂസ് കുടിക്കുന്ന ഈ അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. അടുത്തതായിട്ട് തണ്ണിമത്തനാണ്. ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉണ്ട്. ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു, മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു, ചർമ്മ സംരക്ഷണത്തിന് സഹായിക്കുന്നു. മൊസംബി ജ്യൂസ്. ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സും കുറവാണ്, അതിനാൽ ഷുഗർ പെട്ടെന്ന് കൂടില്ല. കൂടാതെ കാൽഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, അയൺ, വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അടുത്തത് തേങ്ങാവെള്ളമാണ്. ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്താനും BP കുറയ്ക്കാനും സഹായിക്കുന്നു. സോഡിയം, പൊട്ടാസ്യം, നാരുകൾ, പ്രോട്ടീൻ ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തതായി നാരങ്ങ വെള്ളമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ C തുടങ്ങിയ അവശ്യ പോഷണങ്ങൾ നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രമേഹം നിയന്ത്രിക്കാൻ ഈ പോഷണങ്ങൾ ഗുണം ചെയ്യും. അടുത്തതായിട്ട് ആപ്പിൾ ജ്യൂസാണ്. ആപ്പിൾ ജ്യൂസിൽ ധാരാളം അവശ്യ വിറ്റമിനുകളും ധാതുക്കളും ഉണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ദഹനം എളുപ്പമാക്കുന്നതിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. അടുത്തതായിട്ട് ഓറഞ്ച് ജ്യൂസാണ്. ഇതിൽ ധാരാളം നാരുകളും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെറുതെ ജ്യൂസ് കുടിക്കാതെ പഴങ്ങളൊക്കെ അതുപോലെ തന്നെ കഴിക്കുകയാണെങ്കിൽ അതിലെ നാരുകളും ഗുണങ്ങളും ഒക്കെ കൂടുതലായിട്ട് ശരീരത്തിന് ലഭിക്കും. ഇനി പ്രമേഹ രോഗികൾ ഒഴിവാക്കേണ്ട പഴങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നേന്ത്രപ്പഴം, മുന്തിരി, മാമ്പഴം, പൈനാപ്പിൾ ഇവയിലൊക്കെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലായതിനാൽ ഒഴിവാക്കുന്നതാവും നല്ലത്. എങ്കിലും ബ്ലഡ് ഷുഗർ നല്ല കൺട്രോളിലുള്ളവർ ഈ പഴങ്ങൾ വല്ലപ്പോഴും കഴിക്കുന്നതിൽ തെറ്റില്ല.